എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. രേണു സുധി ബിഗ് ബോസിൽ നിൽക്കേണ്ടത് പുറത്ത് ഇക്കൂട്ടരുടെയും ആവശ്യം. അവർ അജണ്ട തയ്യാറാക്കുന്നു. ബിഗ് ബോസിന് പുറത്ത് കണ്ടന്റ് റാണിയായി വാണ വ്യക്തിയാണ് രേണു സുധി. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും സോഷ്യൽ മീഡിയയ്ക്ക് അകത്തും പുറത്തും അടുത്ത കാലത്തായി രേണു സുധിയുമായി ബന്ധപ്പെട്ട കണ്ടന്റുകളാണ് നിറഞ്ഞു നിന്നിരുന്നത്. എന്ത് കണ്ടന്റ് എവിടെ എപ്പോൾ കൊടുക്കണമെന്ന് കൃത്യമായി അറിയുന്ന താരം കൂടിയാണ് രേണു. ഇത് തന്നെയാണ് രേണുവിന്റെ ബിഗ് ബോസ് പ്രവേശനത്തിന് പിന്നിൽ പ്രധാനമായും കാരണമായത്. ബിഗ് ബോസിൽ എത്തിയപ്പോഴും രേണു സുധിയുടെ ഭാഗത്തു നിന്നും ഇഷ്ടം പോലെ കണ്ടന്റുകളാണ് ചുരുക്കം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കിട്ടിയത്. ഇതിൽ ഏറ്റവും അധികം ചർച്ചാ വിഷയമായത് അക്ബർ രേണു സുധിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിശേഷിപ്പിച്ചതായിരുന്നു. ഈ വിഷയത്തിൽ പിടിച്ചുകൊണ്ട് പരമാവധി കണ്ടന്റ് ഉണ്ടാക്കാനും രേണു സുധി ശ്രമിക്കുന്നുണ്ട്. ഒരു വിധവ, സിംഗിൾ മദർ തുടങ്ങിയ പോയിന്റുകളെല്ലാം രേണു എടുത്ത് ഇടുന്നുണ്ട്. അതേസമയം തന്നെ രേണു സുധി ബിഗ് ബോസിൽ നിൽക്കേണ്ടത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ ആവശ്യമാണെന്ന നിരീക്ഷണവും ചില ബിഗ് ബോസ് പ്രേക്ഷകർ പങ്കുവെക്കുന്നുണ്ട്. അതിനുവേണ്ടി അവർ ചില അജണ്ടകൾ സെറ്റ് ചെയ്യുന്നുണ്ടെന്നും കരുതേണ്ടി വരും. അക്ബർ ടാസ്കിൽ വാക്കു പറഞ്ഞ് ഉമ്മായെ പിടിച്ച് മാപ്പ് പറഞ്ഞു. പക്ഷേ രേണു സുധി അത് സ്വീകരിക്കാതെ കണ്ടന്റ് ആക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറയുന്നത്, വിധവയെ അപമാനിച്ചു എന്ന് പറയുന്നത് എന്ത് ഗെയിമാണ്? രേണു സുധി എന്ന് പറഞ്ഞപ്പോൾ ആരാണ് സുധി എന്നായിരുന്നു അനീഷിന്റെ ചോദ്യം. അതും രേണുവിന് കിട്ടിയ ഒരു കോണ്ടന്റ് ആയി. മാപ്പ് പറഞ്ഞു തീർക്കാൻ പറ്റുന്നത് വിക്ടിം കാർഡിലേക്ക് എത്തിച്ചു. അതേസമയം ആദില നൂറ അനീഷിനെ അപ്പി എന്ന് വിളിച്ചത് പുരുഷത്വത്തെ അപമാനിക്കൽ ആകുന്നില്ല എന്നതും അക്ബറിനെ തിരിച്ച് വേട്ടപ്പട്ടി എന്ന് വിളിച്ചതും ചർച്ചയാകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് എന്ന് മറ്റൊരാളും അഭിപ്രായപ്പെടുന്നു. അതുകൊണ്ട് ഒരു സഹതാപ തരംഗം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇവരുടെ അജണ്ട എന്ന് പറഞ്ഞത്. അവരെ എഴുതിത്തള്ളാൻ ശ്രമിക്കുമ്പോൾ എന്താണ് അവർക്ക് മാത്രം കുഴപ്പം? വീടുമായി ബന്ധപ്പെട്ട വിഷയത്തിലടക്കം രേണുവിന് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് വീടുണ്ടാക്കി കൊടുത്ത് എന്ന് വിചാരിച്ച് ചോർച്ചയുണ്ടെങ്കിൽ അത് പറയണ്ടേ? വീടുണ്ടാക്കി കൊടുത്തു എന്ന വീമ്പ് പറയുന്നവർ കുറ്റമറ്റ രീതിയിൽ ഉണ്ടാക്കണം. പാവങ്ങളല്ലേ, വീടില്ലാത്തവരല്ലേ എന്ന് വിചാരിച്ച് തോന്നിയ രീതിയിൽ ഉണ്ടാക്കണോ? സർക്കാർ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാണോ കിടക്കാടം പണിയുന്നത്? എന്തായാലും രേണു സുധി ഒരു മനുഷ്യ സ്ത്രീയാണ്. അവർക്കും ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമുണ്ട്. അവരുടെ മുഖം പിടിച്ച് നിലത്തുരയ്ക്കണം. സെപ്റ്റി ടാങ്ക് ആണ്, സുധി ഭർത്താവാണോ? ഇത്തരം ചോദ്യങ്ങളൊന്നും മാന്യമായതയല്ല. രേണു സുധിയെ കുറിച്ച് മാത്രം എന്താണ് ഇവിടെ പ്രശ്നം? ഈ ലോകത്ത് അവരുടെ ഭർത്താവ് നഷ്ടപ്പെട്ട് അവർ ജീവിതത്തോട് മല്ലിടിച്ച് മുന്നേറാനുള്ള ശ്രമത്തിലാണ്. സ്വന്തമായി വീട് കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ വീട് പോലും അവരുടെ സ്വന്തമല്ല. നാളെ മക്കൾ റോഡിലിറക്കി വിട്ടാൽ ഒരു ഗതിയും ഇല്ലാതെ പിച്ചെടുക്കേണ്ടി വരുന്ന അവസ്ഥയിലൂടെയായിരുന്നു രേണു പോയിക്കൊണ്ടിരിക്കുന്നത്. ഭർത്താവിന്റെ മരണവും ആൾക്കാരുടെ ക്രൂശിക്കലും കളിയാക്കലുകളും എല്ലാം നേരിട്ട് കൊണ്ട് സങ്കടം അടക്കി പിടിച്ചാണ് രേണു ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ലോകത്ത് ആർക്ക് വേണമെങ്കിലും എന്ത് വേഷം വേണമെങ്കിലും സ്വീകരിക്കാം. പക്ഷേ രേണുവിന് മാത്രം എന്താണ് കുഴപ്പം? ബിഗ് ബോസിലൂടെ അവരെ അപമാനിക്കാൻ ഓരോ കണ്ടസ്റ്റന്റ് ശ്രമിക്കുമ്പോഴും അവർ ഓരോ പടി ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കാനുള്ള ഉൾക്കരുത്ത് പോലും ഇല്ലാത്തവരാണോ ഇത്തവണത്തെ കണ്ടസ്റ്റന്റ് എന്ന് പറയേണ്ടി വരും. എന്തായാലും രേണു 50 എപ്പിസോഡുകൾ പിന്നിട്ട് പോകുമെന്നത് ഇപ്പോൾ തന്നെ ഉറപ്പാണ്. എന്തായാലും ഓരോ ദിവസവും അവൾ മറ്റുള്ളവരെക്കാൾ മുന്നേറുക തന്നെയാണ്. ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്ര കണ്ടന്റുകൾ ലഭിക്കുന്നുണ്ട് എന്നതും അവരുടെ ബിഗ് ബോസിലെ ആയുസിന്റെ വലിപ്പം കൂട്ടുമെന്നതിൽ സംശയമില്ല. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരളീയം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.